ഇളം ചൂട് പാലിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ബട്ടർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. 1 ടീസ്പൂൺ മൈദ 1/2 കപ്പ് വെള്ളത്തിൽ നമുക്ക് കുറുക്കിയെടുക്കാം. അതും നമുക്ക് മാറ്റി വെക്കാം. ഫെർമെന്റ് ചെയ്തിരിക്കുന്ന ഈസ്റ്റിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ, കുറുക്കി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ട് എന്നിവ ചേർത്തിട്ട് ഒന്ന് നീഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ കൊണ്ടാണ് നീഡ് ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ല, സാധാരണ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്താലും മതി. തേങ്ങ ചിരണ്ടിയത്, ട്യൂട്ടി ഫ്രൂട്ടി, പഞ്ചസാര എന്നിവ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ആദ്യം മൈദയുടെ കൂട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് തേങ്ങ, ട്യൂട്ടി ഫ്രൂട്ടി മിശ്രിതം ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് പിന്നെയും നമുക്ക് മൈദയുടെ കൂട്ട് ലെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രിയിൽ നമുക്ക് 40 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്യാവുന്നതാണ്. ബട്ടറോ നെയ്യോ തടവി കൊടുക്കാം. ചൂടാറിയതിനു ശേഷം സെർവ് ചെയ്യാം.